ആക്സിഡൻ്റാണ്, ബസ് മറിഞ്ഞു. ആൾക്കാർ കണ്ടോ, ആക്സിഡൻ്റ് വല്ലതും ഉണ്ടോ? ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ യാത്രയുടെ 5-ാം ദിവസമാണ്. ഞാനിപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഡാപ്പൊളി എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഡാപ്പൊളി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മുടെ ഒരു നാട്ടിലെ മൂന്നാർ പോലൊരു സ്ഥലം. എൻ്റെ ബാക്കിലൊക്കെ കണ്ടോ മലകളൊക്കെ. ഈ ഒരു ലൊക്കേഷനിൽ ലോണാവാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണ് ശരിക്കും മഹാരാഷ്ട്രയിലെ മൂന്നാർ. കിടിലൻ സ്ഥലമാണ്. ഞാൻ രാത്രി പോയായിരുന്നു, പക്ഷേ ക്യാമറ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഒന്ന് ബാറ്ററിക്ക് ചാർജ് ഇല്ലായിരുന്നു, പിന്നെ മഴയുണ്ടായിരുന്നു. അതുമല്ല രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ എക്സ്പ്ലോർ ചെയ്തു. ഒരു രക്ഷയില്ലാത്ത സ്ഥലം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഡാപ്പൊളി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ലൊക്കേഷൻ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ലോണാവാല എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഇട്ടാൽ മതി. എൻ്റെ തൊട്ടടുത്ത് തന്നെ ബീച്ചുണ്ട്, കാര്യങ്ങൾ കുറേ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളും ഫോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചത് ഇതുണ്ടോ, മല ഉണ്ടോ? ഈ മലയൊക്കെ ഒരു 10-15 മല കയറി ഇറങ്ങി വരണം. ഫുള്ള് ഫോറസ്റ്റ് റോഡാണ്. ഒരുപാട് പോലീസ് ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പം രാവിലെ സമയം നമ്മുടെ 8 മണിയായി. അപ്പം ഞാൻ നേരെ മുംബൈക്ക് വിടുകയാണ്. മുംബൈയിൽ ഞാൻ പാലി ഹിൽസ് അങ്ങനെയാണ് പറയുന്നൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ അനിൽ അംബാനിയുടെ വീടുണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിനനുസരിച്ച് ഞാനൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അറൗണ്ട് 6 മണിക്കൂർ കാണിക്കുന്നുണ്ട് ഇവിടുന്ന്. എന്തായിരുന്നു 6 മണിക്കൂർ കാണിക്കുന്നുണ്ട്. 250 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ റോഡ് ഇച്ചിരി മോശം, ഈ മലയൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നേരെ ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കാൻ പോവാം. അപ്പം വാ, നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡോണാവാലയിലെ ഹോട്ടൽ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ആള്. വീഡിയോ ഹോട്ടലിൻ്റെ ആള് ആണ് നമ്മുടെ ഹോട്ടൽ. നമ്മുടെ റൂമെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഞാൻ തിരിച്ച് പോവുകയാണ്. തിരിച്ചു പോവാം. फीडबैक देंगे पास का? हाँ जी, फीडबैक हाँ दिया ना, थैंक यू. अभी लड़क जा रहे हैं क्या? अभी लद्दाख जा रहे हैं. अभी सीधा मुंबई, उधर स्टे होएगा. उसके बाद राजस्थान, पंजाब, जम्मू कश्मीर. നമ്മുടെ വണ്ടി ഇതേ കുട്ടപ്പൻ രാവിലെ തന്നെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സംഭവം പൊടിച്ച് ഉഷാറ് അടിപൊളി. രാവിലെ തന്നെ കെട്ടി വെച്ചേക്കുമല്ല. അപ്പോൾ നമുക്ക് വിടാം. അപ്പോൾ നമ്മുടെ യാത്രയുടെ 5-ാം ദിവസം ഇവിടെ ആരംഭിക്കുകയായി. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. രാവിലെ നല്ല മഴയുണ്ട്. വേറെ എത്ര കിലോമീറ്റർ ഉള്ളത് വന്ന് ഗൂഗിൾ തന്നെ ചതിച്ചോ. കൊടും കാടിനകത്തോടൊക്കെ പോകുന്നു. മഹാരാഷ്ട്രയിൽ വന്നിട്ട് കാടിനകത്തോടൊക്കെ പോകുന്നു. റോഡ് വളരെ മോശമാണ്. ഞാൻ ബസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ പതുക്കെ പിടിക്കുക. പക്ഷേ ആ ദൂരെ ഒരു മല ഉണ്ടോ, മഞ്ഞ് മൂടി കിടക്കുന്ന മല കാണാൻ പറ്റുന്നുണ്ടോ? നേരെ ആ മലയ്ക്ക് ഇനി നമ്മൾ കടക്കാൻ പോകുന്നതേ ഉള്ളൂ, ക്രോസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അയ്യോ, റോഡിൻ്റെ കണ്ടീഷൻ ഉണ്ടോ എൻ്റെ പൊന്നും. ചെളിയും വീട് കഴിഞ്ഞ് കാല് കുത്തേണ്ട അവസ്ഥ വന്നാൽ തെന്നി താഴെ വീഴും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി വരിക, മുട്ടിച്ച് പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഗ്യാപ്പ് നോക്കിയിട്ട് അതിനിടയ്ക്കൂടെ കയറ്റിക്കൊണ്ട് പോകാനാ. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വീഴും. കാല് കുത്താൻ കുഴിക്കകത്ത് കാല് കുത്താൻ പറ്റത്തില്ല. അയ്യോ, വണ്ടി നിർത്തല്ലേ. ആക്സിഡൻ്റാണ്, ബസ് മറിഞ്ഞു.
ഞാനിന്ന് ചായ കുടിക്കാനായിട്ട് നിർത്തി. ഇതുപോലൊരു കച്ചട റോഡ്, എൻ്റെ പൊന്നോ, എന്തോരം ഗട്ടറും അതുപോലെ തന്നെ ട്രാഫിക്കും. പെട്ടുപോയി. 30 കിലോമീറ്റർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കൂടെ തന്നെ ചെയ്യാണ്ട് ഇതുപോലെ ബസ്സും ട്രാഫിക്കും. ഓക്കെ, എന്ത് ചെയ്യാനോ. ഏകദേശം മുമ്പേ എടുക്കാറായി, പക്ഷേ നല്ല കിടക്കാച്ചി മഴ. എത്ര കിലോമീറ്റർ, കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. നല്ല കിടക്കാച്ചി മഴ. ആ മോനെ പൊളി. മൊത്തത്തിൽ കൊള്ളാവുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. വഴി മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റുക. ഇതിൽ യൂട്ടേൺ അടിക്കണം. അവിടെ വഴി മൊത്തം തെറ്റി പോനെ. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എനിക്ക് വഴി തെറ്റി. മുംബൈയിലെ തിരക്കും ഹോട്ടൽ ജയശ്രീ. होटल जयश्री उधर ही है। रोड लिखा है ना। हाँ, ओके। हाँ वाला ब्लू कलर है। ओके। हाँ അപ്പം ഡാപ്പളിയിൽ നിന്ന് ഞാൻ തിരിച്ച് മുംബൈയിലെത്തി. സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ കുറച്ച് എടുത്തോളാം. എന്താണെന്ന് വെച്ചാൽ റോഡ് വളരെ മോശം, അതുപോലെ തന്നെ ഭയങ്കര മഴയും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ടയേർഡായി. സംഭവം മുംബൈ ഒരു രക്ഷയില്ല. എന്താ വെച്ചാൽ ഭയങ്കര ട്രാഫിക്, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നാളെ എനിക്ക് മുംബൈ എക്സ്പ്ലോർ ചെയ്യാനൊന്ന് പോകണം. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. വരുന്ന വഴിയൊക്കെ പല കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മുടെ ഛത്രപതി ശിവാജി മറ്റേ എയർപോർട്ട്, അതിൻ്റെയൊക്കെ ഒരു ഔട്ട്സൈഡ് വ്യൂ ഒക്കെ കണ്ടു. അതൊക്കെ കണ്ടപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയി. കുറേ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു.
അതേ കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. അപ്പം ബാറ്ററി ഡൈയും ആയി, അതുപോലെ തന്നെ മഴയും ആയപ്പോഴത്തേക്ക് മഴയത്ത് ഞാൻ ക്യാമറ ഓണാക്കി വെച്ചു. അപ്പം കുറേ റെക്കോർഡ് ചെയ്തു, പക്ഷെ ഒന്നും ക്ലിയർ അല്ല, ഫുള്ള് ഗ്ലാസ്സിൽ വെള്ളം അടിച്ചിട്ട്. അത് ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ടത്. അപ്പം എന്തായാലും ഞാൻ മുംബൈ എത്തി. അപ്പം നാളെ നമുക്ക് പുതിയൊരു വീഡിയോ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലോർ മുംബൈ ഞാൻ പോകാനായിട്ട് ഉദ്ദേശിച്ച സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലിഫൻറ്റ് കേവും അതുപോലെ ഗേറ്റും താജ് ഹോട്ടലും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഭയങ്കര ടയേർഡാണ്. ഞാനിപ്പോൾ കുളിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്താ ഇനി പറയേണ്ടത്? അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ടുകളെ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ബൈ.